കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സാറിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി. അദ്ദേഹം ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഒരു കാര്യം കുറിച്ചിരിക്കുന്നത്. ആ കാര്യം വളരെ പ്രസക്തമായൊരു കാര്യമാണെന്ന് തോന്നി. എന്ന് മാത്രമല്ല, ഭാരതീയരായ നമുക്കൊക്കെയുള്ള ഒരു വൈരുദ്ധ്യാത്മക നിലപാടിൻ്റെ ഒരു ദൃശ്യം കൂടി ഇത് അനാവരണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. അജിത് ഡോവൽ സാർ എന്ന് പറയുമ്പോൾ സുരക്ഷാ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇത് യാഥാർത്ഥ്യവുമാണ്. നേരത്തെ നമ്മുടെ അരുൺകുമാർ സാറ് പറഞ്ഞതുപോലെ സുജയ പാർവതി ചേച്ചി വായിച്ചു കൊടുത്തില്ലേ, ഏത് ഇനി പാകിസ്ഥാൻ ഒരു രാജ്യമായി നിൽക്കാൻ അവകാശമില്ലെന്ന് സാക്ഷാൽ അജിത് ഡോവൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതുപോലെയല്ല. ഇത് അദ്ദേഹം നേരിട്ട് എഴുതിയതാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, someone wanted possession of Lahore and someone wanted back Pak-occupied Kashmir. But our military brothers had to return on duty because the holidays were cancelled due to their fear of war. Now it was not possible to get a seat confirmation in emergency. So as if sitting in an empty place near the toilet, then reached on duty. Those who give knowledge on ceasefire should see these pictures. By the way, social media is full of patriots. But if a soldier brother has to give some space on his seat, well, I don't want to say much. Just want to say if someone our soldier is traveling in an emergency, then it is patriotism to sit on your seat. Salute to our real hero who reached their duty ignoring all these problems. അദ്ദേഹം കുറിച്ചത് ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹം സൂചിപ്പിച്ച വേറൊന്നുമല്ല, അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഈ സൈനികരായ ആളുകൾ ട്രെയിനിൽ കിടന്നുറങ്ങുന്ന ദൃശ്യമാണ്. നമ്മളെല്ലാവരും അങ്ങ് ആവേശം കൊള്ളാറുണ്ട്. ചിലർക്ക് ലാഹോർ പിടിക്കണം, ചിലർക്ക് കറാച്ചി പിടിക്കണം, ചിലർക്ക് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ മുഴുവൻ പിടിച്ചെടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ പിടിച്ചെടുക്കണമെന്ന് പറയുന്നവരാരും അറിഞ്ഞുകൊണ്ട് അവരുടെ ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഷെയർ ചെയ്ത് ഈ രാജ്യത്തിൻ്റെ ധീര സൈനികർ എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയെ പാട്രിയോട്ടിസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകളൊന്നും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഈ സൈനികരോട് യാതൊരു സ്നേഹവും താല്പര്യവും ഒന്നുമില്ല. എമർജൻസിയായി വീട്ടിൽ വന്ന് സന്തോഷത്തോടെ ലീവ് ആസ്വദിക്കാൻ വന്നവരെ അത് ക്യാൻസൽ ചെയ്ത് ഉടൻ തിരികെ എത്തണം എന്നാവശ്യപ്പെട്ട് അവർ മടങ്ങുമ്പോൾ അവർക്ക് എമർജൻസി സീറ്റ് പോലും കിട്ടില്ല. റെയിൽവേയൊക്കെ അതിന് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാക്കേണ്ടതാണ്, അഡീഷണൽ ബോഗി ഇടേണ്ടതാണ് അവർക്ക് വേണ്ടി മാത്രം. പക്ഷേ അതൊന്നും പ്രായോഗികമായിരിക്കില്ല, അവിടെ ഇല്ല. അവർ കിടന്നുറങ്ങുന്നത് എവിടെ? ടോയ്ലറ്റിൻ്റെ മുന്നിൽ, ബാത്റൂമിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത്, അവിടെയൊക്കെയാണ് കിടക്കുന്നത്. അവരകത്തോട്ട് ഇതും കൊണ്ട് കയറിയാൽ ഈ പാട്രിയോട്ടിസം പറഞ്ഞവരും ഈ പട്ടാളക്കാരെ ഓർത്ത് കരയുന്നവരും പോസ്റ്റ് ഇടുന്നവരും എല്ലാം കണ്ണടച്ച് കൂർക്കം വലിച്ചം കിടക്കും. സാറിത് ട്രെയിനിൽ മാത്രമല്ല, ഇവരോടുള്ള ആജീവനാന്തകാല സമീപനം ഇങ്ങനെ തന്നെയാണ്. വലിയ പാട്രിയോട്ടിസം പറയും, വലിയ ആവേശം കൊള്ളും, ഇവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെ പറയും. പക്ഷേ ഇതിൽ വർഷങ്ങളോളം ജോലി ചെയ്ത, പല യുദ്ധങ്ങളിലും പങ്കെടുത്ത സൈനികരുടെ ജീവിതം വളരെ വളരെ ദയനീയമാണ് സാർ. പല ഓഡിറ്റോറിയങ്ങളുടെയും പാർക്കിംഗ് ജോലികൾ, ചില ഹോട്ടലുകളുടെ മുന്നിൽ ഉച്ചഭക്ഷണമെന്ന് ബോർഡ് കാണിച്ചുകൊണ്ട് നിൽക്കാൻ കാത്തിരിക്കുന്നവർ, വെറും തകർന്ന ഷീറ്റിൽ, വെറും പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ കിടന്നുറങ്ങുന്ന ഒരുപാട് മനുഷ്യർ. അവരുടെയൊക്കെ മക്കൾക്ക് ഈ പിതാവിൻ്റെ പ്രൊഫഷനോട് അഭിമാനവും ആദരവും ഒന്നുമല്ല തോന്നുന്നത്, സത്യത്തിൽ വലിയ അവജ്ഞയാണ് തോന്നുന്നത്. പലപ്പോഴും നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ പറയും, ഓരോ സൈനികനും അംഗവൈകല്യം വരുമ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നൊരു ഫേസ്ബുക്ക് ലൈവ് ആക്കാൻ വേണ്ടി ഒരു പടം ഇട്ടിട്ട് അടിക്കടാ കമൻറ്റ്, അടിക്കടാ ലൈക്ക് എന്ന് പറയുമ്പോൾ 10-25,000 ലൈക്ക് അങ്ങ് അടിക്കും. അതുകൊണ്ട് അവൻ്റെ ജീവിതമൊന്നും ആവുന്നില്ല, അവന് ന്യായമായൊരു സംവിധാനങ്ങൾ ഉണ്ടാവുന്നില്ല. അതൊരു സത്യമാണ്. എന്തിന് കേരളം പോലെ വലിയ സാമൂഹിക സാംസ്കാരിക ഉന്നതിയുള്ള സ്ഥലത്ത് പോലും സൈനികൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഒരു നല്ല സൈനിക സ്മാരകമോ ഒരു വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയോ ഒന്നുമില്ല എന്നതാണ് സത്യം. പൊറോട്ട അടിക്കാനും വിറക് വെട്ടാനും കാർ ഓടിക്കാനും ഒക്കെ ദിവസവേതനത്തിന് പോയി എല്ലാവരാലും ഭരിക്കപ്പെടുന്ന, തൂക്കി എടുത്ത് പുറകിലേക്ക് എറിയുന്ന നമ്മുടെ ഈ ടൗണുകളിലൊക്കെ കാണുന്ന ചില ജീവികളെപ്പോലെ അവരുടെ ജീവിതം എരിഞ്ഞു തീരുകയാണ്. ഏതായാലും ഇത്തരമൊരു വിഷയം സമൂഹമധ്യേ കൊണ്ടുവന്നതിന് അജിത് ഡോവൽ സാറിന് പ്രത്യേക അഭിനന്ദനം. സമൂഹം ഒന്ന് കാണട്ടെ, കണ്ണ് തുറക്കട്ടെ. ഇത്തരം മനുഷ്യർ സഞ്ചരിക്കുമ്പോൾ, അവർ പോകുമ്പോൾ കുറഞ്ഞപക്ഷം ആ സന്ദർഭത്തിലെങ്കിലും ഇതുപോലെ ടോയ്ലറ്റിന് മുന്നിൽ കിടന്ന് ഉറങ്ങാനുള്ള ഒരവസരം അവർക്ക് ഉണ്ടാക്കാതെ
നമ്മുടെ സ്ഥലങ്ങളും ഇടങ്ങളുമൊക്കെ അല്പം പങ്കുവെക്കാൻ, ഒരല്പം കരുണ കാണിക്കാൻ, ഒരല്പം ആദരവ് കാണിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഫേസ്ബുക്കിലും ബാക്കിയുള്ളിടത്തുമൊക്കെ എഴുതി വേറെ ആരെയൊക്കെയോ തോൽപ്പിക്കാനോ പറ്റിക്കാനോ വേണ്ടി നടത്തുന്ന ഈ പ്രയോഗം, അതിൻ്റെ അർത്ഥശൂന്യത ഒന്നും മാറിക്കിട്ടിയേനെ. അത്രയേ ഉള്ളൂ.